ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകത്തെ ധരിപ്പിക്കുന്നതിനായി 7 സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ 32 രാജ്യങ്ങൾ സന്ദർശിക്കും. ബംഗ്ലാദേശിൽ നിന്ന് കരമാർഗമുള്ള ഇറക്കുമതിയിൽ പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് ഇന്ത്യ. സംവരണ തത്വം പാലിച്ചുകൊണ്ടുള്ള നിയമനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുനരാരംഭിച്ച് ഇസ്രയേലും ഹമാസും. സാഫ് അണ്ടർ-19 ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെയും ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ധരിപ്പിക്കുന്നതിനായി 59 ഭരണ പ്രതിപക്ഷ MPമാർ ഉൾപ്പെട്ട 7 സംഘങ്ങൾ 32 രാജ്യങ്ങളിലും ബ്രസൽസിലെ യൂറോപ്യൻ യൂണിയൻ ആസ്ഥാനത്തും സന്ദർശനം നടത്തുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സംഘത്തിൽ ഉൾപ്പെട്ട MPമാരുടെ പേരുകൾ കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. കോൺഗ്രസ് നേതാവ് ശശി തരൂർ, BJPയുടെ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ, JDUവിന്റെ സഞ്ജയ് കുമാർ ഝാ, DMK അംഗം കനിമൊഴി, NCP അംഗം സുപ്രിയ സുലെ, ശിവസേനയുടെ ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ എന്നിവർ പ്രതിനിധി സംഘങ്ങളെ നയിക്കും. ഇന്ത്യയുടെ സുരക്ഷാ സിദ്ധാന്തത്തിലെ ഒരു വഴിത്തിരിവാണ് ഓപ്പറേഷൻ സിന്ദൂരെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ പ്രതികരണത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു ചരിത്രപരമായ മാറ്റമാണെന്ന് അദ്ദേഹം പറഞ്ഞു. भारत की सेना ने 100 किलोमीटर अंदर जाकर आतंकवादियों के कैंप्स को ध्वस्त करने का काम किया और जो डराते थे कि हमारे पास एटम बम है, उनको लगता था उनकी धमकियों से डर जाएंगे, परंतु ऐसा नहीं हुआ. हमारे तीनों सेनाओं ने ईंट का जवाब पत्थर से देने का काम किया. സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് മുൻ സൈനികരെ വിന്യസിക്കാൻ ജമ്മുകാശ്മീർ സർക്കാർ അംഗീകാരം നൽകി. ഇത് സംബന്ധിച്ച നിർദ്ദേശം ജമ്മുകാശ്മീർ സൈനിക് വെൽഫെയർ ബോർഡ് മുന്നോട്ട് വച്ചിരുന്നു. പദ്ധതി പ്രകാരം 4000 മുൻ സൈനികരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അവരിൽ 435 വ്യക്തികൾക്ക് ലൈസൻസുള്ള വ്യക്തിഗത ആയുധങ്ങളുണ്ട്. 20 ജില്ലകളിലെയും നിർണായക അടിസ്ഥാന സൌകര്യങ്ങളുടെ സംരക്ഷണത്തിനായി ഇവരെ നിയമിക്കും. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 1500 കോടി രൂപയിലേറെ വരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തുടക്കം കുറിക്കും. ഗുജറാത്തിൽ 2 ദിവസത്തെ സന്ദർശനം നടത്തുന്ന അദ്ദേഹം ഗുജറാത്ത് സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന സമ്മേളനത്തെ അല്പം മുമ്പ് അഭിസംബോധന ചെയ്തു. വില്ലേജ്, താലൂക്ക്, ജില്ലാ, സംസ്ഥാന തലങ്ങളിലെ 4500ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. EOS-09 ഭൌമ നിരീക്ഷണ ഉപഗ്രഹവുമായുള്ള PSLV C-61 വിക്ഷേപണം ലക്ഷ്യം കണ്ടില്ല. ദൌത്യത്തിന്റെ 3ാം ഘട്ടത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടതായി ISRO ചെയർമാൻ V. നാരായണൻ അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ISROയുടെ 101ാമത്തെ വിക്ഷേപണമായിരുന്നു ഇന്നത്തേത്. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചില സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുതിയ തുറമുഖ നിയമങ്ങൾ പ്രഖ്യാപിച്ചു. റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ, സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ കരമാർഗമുള്ള ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കഴിഞ്ഞ മാസം ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ബംഗ്ലാദേശ് വിലക്ക് ഏർപ്പെടുത്തിയതിനുള്ള മറുപടിയായാണ് ഇത്. അതേസമയം ഇന്ത്യയിലൂടെ നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും കടത്തുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ഈ നിയന്ത്രണങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജന്മദിനാശംസകൾ നേർന്നു. രാഷ്ട്രസേവനം തുടരുന്നതിന് ശ്രീ ജഗ്ദീപ് ധൻഖറിന് മികച്ച ആരോഗ്യമുണ്ടാകട്ടെയെന്ന് രാഷ്ട്രപതി ആശംസിച്ചു. ഭരണഘടനയെക്കുറിച്ച് അപാരമായ അറിവുള്ള ശ്രീ ധൻഖറിന് ദീർഘവും സന്തോഷകരവുമായ ജീവിതം പ്രധാനമന്ത്രിയും ആശംസിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ 92ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തോടുള്ള അഭിനിവേശം, മികച്ച രാഷ്ട്രതന്ത്രജ്ഞൻ എന്നീ നിലകളിൽ ദേവഗൌഡ ആദരിക്കപ്പെടുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് പൊതുമേഖലയിൽ
സംവരണ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്താറുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ ഇന്ന് ഇക്കാര്യം കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെന്നും ഇത് സാമൂഹ്യനീതിയുടെ നിഷേധമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് പട്ടികജാതി പട്ടികവർഗ സംസ്ഥാനതല സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംവരണ തത്വം പാലിച്ചുകൊണ്ടുള്ള നിയമനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ 9 വർഷം എടുത്താൽ PSC മുഖേന 2.25 ലക്ഷത്തിലധികം നിയമനങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി സംവരണ തത്വം പാലിച്ചുകൊണ്ടുള്ളവയാണ്. ഇതിനു പുറമെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരമൊരു അവസരത്തിൽ LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് നമ്മുടെ നാട് വേറിട്ട് നിൽക്കുന്നു എന്നതാണ് അനുഭവം. ആഗോള കത്തോലിക്ക സഭയുടെ 267ാം മാർപ്പാപ്പയായി ലിയോ 14 ഔദ്യോഗികമായി ഇന്ന് ചുമതലയേൽക്കും. ചുമതലയേറ്റുകൊണ്ടുള്ള കുർബാന സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 നടക്കും. സ്ഥാനാരോഹണ ചടങ്ങുകളെപ്പറ്റി സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ടോം ഒലിക്കരോട്ട് ആകാശവാണിയോട്. വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയാണ് ലയോ 14 പാപ്പ എന്ന് സൂചിപ്പിക്കുന്ന ചില സ്ഥാനിക മുദ്രകളാണ് ലയോ 14 പാപ്പ ഇന്ന് സ്വീകരിക്കുന്നത്. ഫിഷർമൻ റിംഗ് അഥവാ മുക്കുവന്റെ മോതിരം എന്നറിയപ്പെടുന്ന മുദ്രമോതിരവും പാലിയം എന്നറിയപ്പെടുന്ന സ്ഥാന വസ്ത്രവും സ്വീകരിക്കുക എന്നുള്ളതാണ്. തുടർന്ന് കൃതജ്ഞതയുടെ ബലിയർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ചടങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ലയോ 14 പാപ്പായുടെ പൊന്തിഫിക്കേറ്റിന്റെ ആരംഭമാണ് ഇന്ന് വത്തിക്കാനിൽ വെച്ച് കുറിക്കുന്നത്. അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള എല്ലാ സ്മാരകങ്ങളിലും മ്യൂസിയങ്ങളിലും പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് ASI അറിയിച്ചു. സാഫ് അണ്ടർ 19 ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും. അരുണാചൽ പ്രദേശിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. വെള്ളിയാഴ്ച നടന്ന സെമിയിൽ മാൽദീവ്സിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ജയ്പൂരിൽ നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഇസ്രയേലും ഹമാസും പുനരാരംഭിച്ചു. ഖത്തറിന്റെയും US മധ്യസ്ഥരുടെയും നേതൃത്വത്തിൽ ഇന്നലെ ദോഹയിലാണ് ചർച്ചകൾ പുനരാരംഭിച്ചത്. ഇസ്രയേൽ പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി 9 ബന്ദികളെ മോചിപ്പിക്കാനും 60 ദിവസത്തെ വെടിനിർത്തലിനും ഹമാസ് തയ്യാറായതായാണ് റിപ്പോർട്ട്. എന്നാൽ ഈ നിർദ്ദേശത്തോട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വെടിനിർത്തൽ സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി എന്നിവരുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ചർച്ച നടത്തും. വെടിനിർത്തലിനൊപ്പം വ്യാപാര പ്രശ്നങ്ങളും ചർച്ച നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹൈദരാബാദിലെ ചാർമിനാറിനടുത്തുള്ള ജനവാസ കേന്ദ്രത്തിൽ ഇന്ന് രാവിലെയുണ്ടായ തീപിടുത്തത്തിൽ 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 9 പേരുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുണ്ട്. തീപിടുത്തത്തിൽ ജീവഹാനി ഉണ്ടായ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം നൽകുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയാഘോഷങ്ങൾക്കൊപ്പം ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും അഭിവാദ്യം ചെയ്ത് രാഷ്ട്രം സായുധ സേനകളോടുള്ള ആദരസൂചകമായി ആകാശവാണി വാർത്തകൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് കാർഗിൽ യുദ്ധത്തിൽ മാതൃകാപരമായ ധീരത പ്രകടിപ്പിച്ച പരംവീര ചക്ര അവാർഡ് ജേതാവ് ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവിന്റെ വീരതയെ ഓർക്കുന്നു. ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹർ ജില്ലയിലെ ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവ് പാകിസ്ഥാനെതിരായ കാർഗിൽ യുദ്ധത്തിലെ പോരാട്ട വീര്യത്തിന് പരംവീര ചക്ര മെഡൽ ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. 1999 ജൂലൈ 3-4 തീയതികളിൽ രാത്രിയിൽ ടൈഗർ ഹിൽ പിടിച്ചെടുക്കാൻ ചുമതലപ്പെടുത്തിയ ഖട്ടക് പ്ലാറ്റൂണിന്റെ മുൻനിര സംഘത്തിൽ യോഗേന്ദ്ര സിംഗ് യാദവ് ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകത്തെ ധരിപ്പിക്കുന്നതിനായി 7 സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ 32 രാജ്യങ്ങൾ സന്ദർശിക്കും. ബംഗ്ലാദേശിൽ നിന്ന് കരമാർഗമുള്ള ഇറക്കുമതിയിൽ പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് ഇന്ത്യ. സംവരണ തത്വം പാലിച്ചുകൊണ്ടുള്ള നിയമനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുനരാരംഭിച്ച് ഇസ്രയേലും ഹമാസും. സാഫ് അണ്ടർ 19 ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെയും ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.